വയറ് വീർത്തു 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 വീർത്ത് കേൾക്കുമ്പോൾ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ വിചാരിക്കും എനിക്ക് അയ്യോ എനിക്ക് നാണം വരത്തില്ലേ അങ്ങനെ ഞാൻ ലൈഫിൽ അത്രയും വേദന അനുഭവിച്ചിട്ടില്ല ആദ്യത്തെ ചെയ്തായിരുന്നു. അപ്പൊ ഞാനിന്ന് പ്രസവിക്കുമല്ലയോ അപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഡെലിവറി പെയിൻ. കുഞ്ഞിനെ നോക്ക് പോലെ നീ തിയേറ്ററിൽ പ്രസവിക്കും കല്യാണി നീ നോക്കിക്കോ. ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഒരുപാട് അമ്മമാർ കേട്ടോ, ഒത്തിരി പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരുപാട് അമ്മമാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് എന്റെ അപ്പുക്കുട്ടന്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കഥ തുടങ്ങുന്നത് 2017 ജൂലൈ 5 കേട്ടോ ഞങ്ങളുടെ കല്യാണം. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, ആദ്യത്തെ മാസം കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ പ്രഗ്നന്റ് ആവുന്നതിന്റെ തൊട്ട്, അതായത് നമുക്ക് പീരീഡ്സ് ആവുന്നതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ദിവസം ഒന്ന് വോമിറ്റ് ചെയ്തു. അപ്പോൾ അപ്പൊ തന്നെ എനിക്ക് അങ്ങ് വെപ്രാളം കേട്ടോ. അങ്ങനെ എനിക്ക് അല്ലെങ്കിൽ ഇച്ചിരി വിരളി പിടിച്ച കൊച്ചായിരുന്നു ഞാൻ. അങ്ങനെ വെപ്രാളം പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ചെറിയൊരു വര വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രഗ്നന്റ് ആണ്. ഞങ്ങൾ അന്നാണോ അതിന്റെ പിറ്റേ ദിവസമാണോ ഡോക്ടറെയൊക്കെ പോയി കണ്ടു, സെറ്റ് ചെയ്തു. അപ്പൊ ഈ ഡോക്ടറെ കണ്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്തോ ഇതെന്നറിയാമോ, സീച്ചേട്ടൻ ആ ഒരു ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സാധനം വാങ്ങിച്ചോണ്ട് വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് ആദ്യം തന്നെ അമ്മേ ഞാൻ പ്രഗ്നന്റാ, അമ്മേ അച്ഛൻ ഞാൻ പ്രഗ്നന്റാ, ചേച്ചി ഞാൻ പ്രഗ്നന്റാ. അവസാനം സീച്ചേട്ടൻ വന്നേ. സീച്ചേട്ടൻ ഇത് കണ്ടിട്ട് നാണക്കേടും കൊണ്ട് സീച്ചേട്ടൻ അങ്ങ് ചമ്മല്. കാരണം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ എനിക്കൊരു നാണമില്ലല്ലോ, ഞാൻ അമ്മയെ ഞാൻ പ്രഗ്നന്റാന്ന് പറഞ്ഞു. അപ്പൊ സീച്ചേട്ടൻ നല്ല ചമ്മല് മുഖം, ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് കേട്ടോ, ചമ്മല് മുഖത്തോടെ പോകുന്നത്. ഇപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ഹസ്ബൻഡിന് സർപ്രൈസ് ഒക്കെ കൊടുക്കത്തില്ലേ, ഞാൻ അറിഞ്ഞ വെപ്രാളത്തിൽ എല്ലാവരോടും അങ്ങ് പറഞ്ഞ്. എന്നിട്ട് ഞാൻ വീട്ടില് എൻ്റെ റിലേറ്റീവ്സിനോടും ഒക്കെ പറഞ്ഞ്, ആരോടൊക്കെയോ വെപ്രാളത്തിൽ അങ്ങ് പറഞ്ഞ്. രാത്രിയായി കേട്ടോ. അങ്ങനെ വീട്ടിൽ വിളിച്ച് എൻ്റെ വീട്ടിൽ പറഞ്ഞ അച്ഛൻ അതിന് ശരി, വലിയ എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അമ്മയ്ക്കും അങ്ങനെ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞതിന്. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറഞ്ഞു. അപ്പം ആരും അങ്ങനെ പറയത്തില്ല, അതായത് 3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ, ഇപ്പോഴേ പറഞ്ഞേ എന്താ, കാരണം കുഞ്ഞിന് ഹേർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞിട്ടല്ലേ പറയുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് നെഞ്ചിന്ന് പട്ടപ്പട്ടേന്ന് ഇരിക്കാൻ തോന്നി. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ അത് പാടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം പോയി നോക്കി. നമ്മുടെ അപ്പുക്കുട്ടൻ നല്ല മിടുക്കരായിട്ട് തന്നെ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഛർദിലോ കാര്യങ്ങളോ അസ്വസ്ഥകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എനിക്കെല്ലാം കഴിക്കാം. കൊഞ്ച് എനിക്ക് ഓൾറെഡി അലർജിയാണ്, പക്ഷെ ഈ സമയത്ത് എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്മ വറക്കുന്നത് ഒരെണ്ണമൊക്കെ എടുത്ത് തിന്നുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇതുപോലെ അലർജിയും കാര്യങ്ങളും ഒന്നും വരത്തില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം എനിക്കിഷ്ടമല്ല. പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പും എനിക്കിഷ്ടമല്ല, അതിൻ്റെ മണവും പിടിക്കൂല. അങ്ങനെ അതൊക്കെ തിന്നുമായിരുന്നു. അങ്ങനെ ഒരു 3-4 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പ്ലാസൻ്റെ താപ്പോട്ടായി. അപ്പോൾ എന്നോട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബെഡ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ കിടക്കും, എന്നാലും അവിടെയൊക്കെ നടക്കും, അങ്ങനെയൊക്കെ പതുക്കെ. വെയിറ്റ് എടുക്കാൻ പാടില്ല, ഭാരപ്പെട്ട ജോലികളൊന്നും എടുക്കാൻ പാടില്ല, അങ്ങനെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വയറ് വീർത്ത് അതായത് ഇത്രയായി. എനിക്ക് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ ഈ തലാണ എടുത്ത് വയറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട്, ദൈവം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ആരൊക്കെ എന്തൊക്കെ വിചാരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും പറയുക. തലാണ എടുത്ത് വയറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് ഹായ് എന്ത് രസമാ എനിക്കിങ്ങനെ ആവാനും കൊതിയായിരുന്നു എന്ന് വെച്ചാൽ കൊതിയായിരുന്നു. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് വരും. രണ്ടാമത്തത്, ഇത്രയും വയറ് വീർത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് ഇടവിട്ട് നമുക്ക് സുസുമുള്ളാൻ തോന്നും. ചെന്നിരിക്കുമ്പോൾ അത്രയും നമുക്കിങ്ങനെ മുട്ടും, ഇപ്പം പോകുന്നു പറഞ്ഞ് നമ്മൾ ഇരിക്കും. പക്ഷെ നമ്മൾ പോകുമ്പോൾ എന്താ, 2 തുള്ളിയൊക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വയറ് വീർക്കുന്നതിനനുസരിച്ച്, അത് എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും അങ്ങനെ തന്നെയാണ്, വയറ് വീർക്കുന്നതിനനുസരിച്ച് എല്ലാം ചുരുങ്ങുമല്ലേ, അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആ ഡെലിവറി ആവുന്ന ടൈം വരെ, പ്രസവിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം വരെ ഞാൻ പുറത്തു പോവും, ജ്യൂസ് കുടിക്കും, ഏട്ടൻ എന്നെ കറക്കാൻ കൊണ്ടുപോകും. ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കെയറിങ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം കെയറിങ് ആയിരുന്നു സീച്ചേട്ടൻ. ഇത് കണ്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് കണ്ടോ അപ്പോൾ ഈ കെയറിങ് ഒക്കെ. അപ്പോൾ എക്സ്ട്രീം കെയറിങ് ആയിരുന്നു സീച്ചേട്ടന്. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സിനിമയ്ക്ക് പോകും. അവസാനം സീച്ചേട്ടൻ്റെ അമ്മ പറയും, നീ നോക്കിക്കോ കല്യാണി, നീ തിയേറ്ററിൽ പ്രസവിക്കും. ഓരോരുത്തരൊക്കെ ഫ്ലൈറ്റിൽ പ്രസവിക്കും എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നീ തിയേറ്ററിൽ പ്രസവിക്കും കല്യാണി, നീ നോക്കിക്കോളാൻ പറയും. അങ്ങനെ ഞാൻ അവസാനമായിട്ട് കണ്ട സിനിമ പഞ്ചവർണ്ണ തത്ത, രമേശ് പിഷാരടിയുടെ ആ സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞാണോ അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് എല്ലാം വന്നപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും വഴിയിൽ നിന്ന് മാറി നിൽക്കും. കാരണം എനിക്ക് ഭയങ്കര വയറായിരുന്നു. ഞാൻ ഫോട്ടോസൊക്കെ ഇട്ട് തരാം കേട്ടോ, ഈ സൈഡിലൊക്കെ ഇങ്ങനെ കൊടുത്തേക്കാം എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഭയങ്കര വയറായിരുന്നു. എനിക്കാണെങ്കിൽ വയറിങ്ങനെ മുറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും വയറായതുകൊണ്ട് തന്നെ എനിക്ക് വയറിങ്ങനെ മുറിയുമായിരുന്നു. അത്ര പാടായിരുന്നു. അതുപോലെ നമുക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ. സാരമില്ല. പിന്നെ ഭയങ്കര ചൂടായിരിക്കും. നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും, എക്സ്ട്രീം ചൂടായിരിക്കും. നമ്മൾ എടുക്കുന്ന മെഡിസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ നല്ല പോലെ
പിഗ്മെന്റേഷൻ വരും നമുക്ക് കഴുത്തില്, കൈയിടിവിടെ, മടക്കില്, അങ്ങനെ എല്ലായിടത്തും നല്ല പോലെ പിഗ്മെന്റേഷൻ വരും. അത് അയൺ ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നതിൻ്റെയാ. അത് ഡെലിവറി കഴിയുമ്പോൾ അത് അങ്ങ് പതുക്കെ 1 മാസം കൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് മാറിക്കോളും കേട്ടോ. അങ്ങനെ ഡെലിവറിക്ക് 1 ആഴ്ചയോ 2 ആഴ്ചയോ എങ്ങാണ്ട് മുമ്പ് ഉള്ളു പരിശോധിക്കാൻ വേണ്ടി വിളിക്കും കേട്ടോ. ഇത് എത്ര പേർക്ക് ദഹിക്കുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല, ഞാനുള്ള കാര്യം ഉള്ള പോലെ തന്നെ അങ്ങ് പറയുക കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവരും ഈ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ നോക്കി ഡെലിവറി എങ്ങനെയാണ് അതിന്റെ വീഡിയോസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണും. സ്വാഭാവികമായിട്ടും ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഉള്ളു പരിശോധിക്കുന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്ക് അറിയാവുന്നവരെ, എനിക്ക് മുമ്പ് പ്രസവിച്ചവരെയൊക്കെ വിളിച്ച് ചോദിക്കും. അപ്പോൾ അവരൊക്കെ പറയും ഭയങ്കര പെയിനാ, ചിലർ പറയും പെയിൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ടൈറ്റ് ഒന്നും പിടിക്കാതെ ലൂസായിട്ട് ഇട്ടാൽ മതിയെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ എന്തുവാണെന്നറിയാമോ, അയ്യോ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കണ്ടേ, അയ്യോ എനിക്ക് നാണം വരത്തില്ലേ, അങ്ങനെയൊക്കെ ചിന്തകളാണ് എൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നു. ഡോക്ടർ ഉള്ളു പരിശോധിക്കാൻ വേണ്ടി നോക്കി. എൻ്റെ പാതി ജീവൻ അങ്ങ് പോയി. കാരണം എനിക്ക് അത്രയും പെയിൻ ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെയിൻ ആയിരുന്നു. എനിക്ക് ബ്ലഡൊക്കെ വന്നു. എനിക്ക് കാല് നിലത്ത് കുത്താൻ വയ്യ. എനിക്ക് കാറിൽ തിരിച്ച് കയറാൻ പോലും വയ്യാത്ത രീതിയിൽ പെയിൻ ആയിരുന്നു. ഞാൻ വരണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഉള്ളു പരിശോധിക്കാൻ എനിക്ക് തോന്നുന്നു 2 ഫിംഗർ എങ്ങാണ്ടാണ് അവർ ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കുന്നത്. അതിന് ഇത്രയും വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡെലിവറിക്ക് എന്ത് പെയിൻ ആയിരിക്കും എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയി. എനിക്ക് കാല് നിലത്ത് കുത്താൻ വയ്യ. ഞാൻ വെപ്രാളം കാണിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്നിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് ബ്ലഡ് പോവുകയാണ്. അപ്പം എന്നോട് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ അകം പരിശോധിച്ച് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഡെലിവറി ആവാറുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ സൂസൊക്കെ മുഴുവൻ എനിക്ക് ബ്ലഡ് പോവുകയാണ്. ഞാൻ പേടിച്ചു. എനിക്ക് വയ്യ, ടെൻഷനായി. എന്നിട്ടും എനിക്ക് ഉള്ളിൽ ഈ വേദന നിൽക്കുക. കാരണം 1 ഫിംഗർ 2 ഫിംഗർ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും താഴെ പറഞ്ഞു തന്നാൽ മതി കേട്ടോ. ഞാൻ ഭയങ്കര ലൂസായിട്ടാണ് കാലൊക്കെ ഇട്ടത്. എന്നിട്ടും എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ. സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ കിടന്നു. എനിക്ക് വയ്യാന്നും പറഞ്ഞ്, കാരണം ബ്ലഡും ഒക്കെ പോവുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് അക്ഷയെന്ന് വിളിച്ചു കേട്ടോ. അക്ഷയെന്നല്ല, നമ്മുടെ ഹെൽത്ത് സെന്റർ ഇത് തൊട്ടപ്പുറത്താണ്, നമ്മൾ കാണുന്ന വീഡിയോസിന്റെ അമ്പലത്തിന്റെ അടുത്തുനിന്ന്. അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അവരോട്, നേഴ്സിനോട് പറഞ്ഞു. അമ്മ പറഞ്ഞു അവർക്ക് നടക്കാൻ ഒട്ടും വയ്യെന്ന്, പക്ഷെ അവർ വന്നേ പറ്റൂന്നും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വയ്യ. അമ്മ എന്നെ പിടിച്ചാൽ നടക്കുന്നത്. എനിക്ക് കാല് വെക്കാൻ വയ്യ, വേദന എടുത്തിട്ട്. പിന്നെ അമ്മ എന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് കൊണ്ടുപോയി അവിടുന്ന് തിരിച്ചു കൊണ്ടുപോയി. അപ്പം അവിടെ വെച്ച് അവർ പറഞ്ഞു വയറ് മുകളിലോട്ടാണ് ഇരിക്കുന്നത്, അപ്പം ഓപ്പറേഷൻ ആവാനായിരിക്കും ചാൻസ് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വയറിങ്ങനെ, അതല്ല ഡെലിവറി ടൈമിൽ വയറ് ഇടിഞ്ഞ് താപ്പോട്ട് വരുമ്പോഴാണ് നോർമൽ ഡെലിവറി, അല്ലെങ്കിൽ ഈ വയറിങ്ങനെ മുകളിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. എനിക്കതൊന്നും ഒരു കുത്തരിയല്ല. ഇത് കൈയിട്ട വേദനയിൽ ഞാൻ ദൈവമേ എങ്കിൽ പിന്നെ ഓപ്പറേഷൻ തന്നെ മതി എന്ന് മനസ്സിലങ്ങ് തീരുമാനിച്ചു കേട്ടോ. കാരണം അപ്പം വേദന അറിയത്തില്ലല്ലോ എന്ന്. അങ്ങനെ എങ്ങനെയൊക്കെയോ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എന്നോട് ഡോക്ടർ 29th അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 8th എനിക്ക് വയറിന് സുഖമില്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടോയ്ലറ്റിലായിരുന്നു കേട്ടോ. 24 മണി എനിക്ക് ഭയങ്കര 28th നൈറ്റൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫുഡ് കഴിക്കും ടോയ്ലറ്റിൽ പോകും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേന് എനിക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി. അതായത് ഡെലിവറിയുടെ പെയിൻ എന്താന്ന് ഇതുവരെ ആരും പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാണ് ഡെലിവറി പെയിൻ. അതായത് എൻ്റെ പെയിനാണ്, പലർക്കും പലതായിരിക്കും. പക്ഷെ എൻ്റെ പെയിൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. അതായത് നമുക്ക് പീരീഡ്സ് ആവുമ്പോൾ വയറ് വേദനിക്കില്ലേ, ചിലർക്ക് നടുവേദനയായിരിക്കും, കാല് കഴപ്പായിരിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനിക്ക് പീരീഡ്സ് ആവുമ്പോൾ വയറ് വേദന, കാല് കഴപ്പ്, നടുവേദനയൊന്നുമില്ല. ഇതാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെലിവറി പെയിനായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ കാല് കഴിക്കാൻ തുടങ്ങി, വയറ് ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി. അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോയേ പറ്റൂ. പക്ഷെ നമുക്ക് ആ ഒരു ടോയ്ലറ്റിൽ പോകുന്ന വേദനയും പ്ലസ് പീരീഡ്സ് ആവുന്ന വേദനയും പ്ലസ് കാല് കഴിക്കുന്ന വേദനയും, ഇതാണ് പതുക്കെ ഭയങ്കര ലിമിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിങ്ങനെ കൂടി വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പം എനിക്ക് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ വയറുവേദന എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡെലിവറി പെയിൻ വന്നാൽ ചാടി കയറി ഹോസ്പിറ്റലിലോട്ട് പോകരുത്, കുറച്ച് നേരം നടക്കണം. ഈ പെയിൻ വരാത്തപ്പോൾ കുറച്ച് നേരം നടക്കണം, പിന്നെ പോയി നടക്കും ഇരിക്കും. അങ്ങനെ ഞാൻ ആ ദിവസം കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ നടന്നു കേട്ടോ. മുറ്റത്തൊക്കെ ഇങ്ങനെ വയറിങ്ങനെ പിടിച്ചോണ്ട് തന്നെ ഞാൻ നടന്നു. എന്നിട്ട് വേദന വരാത്തപ്പം, വേദന എന്ന് പറഞ്ഞാൽ ഒരുപാടൊക്കെ വേദന ആയില്ല കേട്ടോ.
ആവശ്യത്തിന് വേദന ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, നമുക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ വേദന വരാത്തപ്പോൾ ഞാൻ പോയി കുളിച്ചു. വേദന വരുമ്പോൾ ഞാൻ കട്ടിലിരിക്കും. എന്നിട്ട് പിന്നെയും അമ്മ എനിക്ക് ഉപ്പുമാവ് വാരി തന്നു. അപ്പം ഞാൻ ഓൾറെഡി അന്ന് അഡ്മിറ്റ് ആവണം എന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നുണ്ട്. അന്ന് തന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒരു 8:30-9 മണി ആയപ്പോഴത്തേന് വന്നപ്പോഴത്തേന് ഞാൻ ഉപ്പുമാവൊക്കെ കഴിച്ച് ഇറങ്ങാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങാൻ ടൈം ആയപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഇത്തിരിയും കൂടെ വേദന കൂടി. അപ്പോൾ ഞാനിങ്ങനെ 9 മണിയായി കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാനങ്ങ് ഇരുന്നവിടെ. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ വന്ന് കൈ പിടിച്ച് തന്ന ആ അച്ഛൻ എന്നെ കാറിലോട്ട് കയറ്റിയത്. അപ്പോൾ കാറിലോട്ട് കയറ്റാൻ നേരത്തെ സീച്ചേട്ടൻ കാറിൻ്റെ ഒക്കെ താക്കോൽ എന്ത് ചെയ്യും. അപ്പോൾ ആ കാറിൻ്റെ താക്കോല് കാണുന്നില്ല. ഈ സീച്ചേട്ടൻ എവിടെയും അങ്ങനെ വെപ്രളായിട്ട് അച്ഛൻ ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പം കാർ അച്ഛൻ കീ ഏട്ടൻ്റെ കൈ കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ വണ്ടിയിൽ കയറി. അപ്പം വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പെയിൻ കുറഞ്ഞു. അത് കഴിഞ്ഞ് സിഗ്നൽ ആയപ്പോഴത്തേന് എനിക്ക് കൊളുത്തി പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ പെയിൻ തന്നെയായി കൂടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഡെലിവറി പെയിൻ. അപ്പം അതാണ് കേട്ടോ എൻ്റെ ഡെലിവറി പെയിൻ കറക്റ്റായിട്ട് ഇതാണ്. കാരണം ഞാനത് എങ്ങനെയും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായതുകൊണ്ട് ഞാനത് ശരിക്കും മനസ്സിലാക്കി. കാല് കഴിച്ച് വരിക, വയറ് വേദന എടുക്കുക. നടു എനിക്ക് വേദന ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ എന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക നമുക്ക് ബാത്റൂമിൽ പോയി പറ്റും ആ രീതിയിൽ. പ്ലസ് പീരീഡ്സിന്റെ പെയിൻ, കാല് കഴപ്പ്, ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ NSലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേന് പെട്ടെന്ന് അവർ ഇതെടുത്തോണ്ട് വന്നു കേട്ടോ, മറ്റേ ഉരുട്ടുന്ന കസേര, എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതെടുത്തോണ്ട് വന്നപ്പോഴത്തേന് എനിക്ക് നാണക്കേട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നടന്നു വന്നോളാന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അവർ ഇരുത്തി എന്നെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കും കേട്ടോ. കാരണം ആരെങ്കിലും കണ്ട എന്ത് നാണക്കേട്, അത് അങ്ങനെ ഒരു ചിന്തയാട്ടോ എനിക്ക്. അങ്ങനെ പെട്ടെന്ന് ഡെലിവറിയുടെ മുകളിലോട്ട് ലിഫ്റ്റ് കയറി കൊണ്ടുപോയി. അങ്ങനെ എല്ലാവരും ഇരുത്തി. അപ്പം നമ്മുടെ സാധനങ്ങളും എല്ലാം ഊരി വാങ്ങിക്കും. അപ്പോൾ അതെല്ലാം ഇതാക്കിയിട്ട് പിന്നെ അവരുടെ ഡ്രസ്സാണെന്ന് തോന്നുന്നു എനിക്ക് ഇടിയിച്ച് തന്നത്. അവരുടെ ഡ്രസ്സാണ് ഇടിയിച്ച് തന്നത്. എന്നിട്ട് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരിങ്ങനെ ബെഡിൽ കിടപ്പുണ്ട്. എനിക്ക് ഒന്ന് 2 ഡെലിവറി റൂമാണ്. ഒരു ഡെലിവറി റൂം അവിടെ ഒറ്റ ടൈമിൽ 2 പേർക്കാണോ 3 പേർക്കാണോ കിടക്കാൻ പറ്റുള്ളൂ. അപ്പം ഓൾറെഡി ഇങ്ങനെ വേദന വന്നിട്ടും വേദന വരാൻ വേണ്ടിയിട്ടും ട്രിപ്പ് ഇട്ട് ഒരുപാട് പേര് ഈ സൈഡിൽ കിടപ്പുണ്ട്. അപ്പം അത്രയും നാളുള്ള എൻ്റെ പേടിയായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ ഡെലിവറി ടൈമിൽ നാണക്കേട് ഫീൽ ചെയ്യും. ഞാൻ ഈ പറയുന്നത് ഡെലിവറി ആവാൻ നിൽക്കുന്ന ഒരുപാട് പേർക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് നാണക്കേട് ഫീൽ ചെയ്യും. അതായത് നമ്മൾ 2 കാലും അങ്ങനെ നോർമൽ ഡെലിവറി അങ്ങനെ ആണല്ലോ. അപ്പം അത്രയും അത് ഡോക്ടർ കാണത്തില്ലേ, അങ്ങനെ ഒരു നാണക്കേടൊക്കെ എനിക്കും ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടക്കുന്നവരെല്ലാം ഓൾറെഡി ബ്ലഡൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ കിടക്കുക. നമുക്ക് ആ ഒരു ടൈമിലുണ്ടല്ലോ ഈ പെയിൻ വരുമ്പം അങ്ങനെ ഒന്നും ഓക്കെ അയ്യോ കാണുമല്ലോ അങ്ങനെയൊന്നും തോന്നത്തില്ല കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് അയ്യോന്ന് ആ ഒരു ഫീലിംഗാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടർ കിടക്കാൻ പറഞ്ഞു, വേറൊരു റൂമിൽ കിടക്കാൻ പറഞ്ഞിട്ട് ഉള്ളു പരിശോധിക്കാൻ കിടക്കാൻ പറഞ്ഞു. എൻ്റെ ചങ്കങ്ങ് തകർന്ന്. കാരണം ഒരു തവണ എടുത്തപ്പോൾ എൻ്റെ പൊന്നുമക്കളെ ഞാൻ ലൈഫിൽ അത്രയും വേദന അനുഭവിച്ചിട്ടില്ല. എനിക്കങ്ങ് വയ്യാതായി, എനിക്ക് ശരീരം തളരുന്ന പോലെ ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് ഉള്ളു പരിശോധിക്കാൻ കിടക്കാൻ പറഞ്ഞു. അതിന് മുമ്പ് നമുക്ക് ഫുൾ അവർ ഷേവ് ചെയ്യും കേട്ടോ. നമ്മൾ എത്ര ഷേവ് ചെയ്ത് എന്തൊക്കെ ക്ലീനാന്ന് പറഞ്ഞാലും അവരും ഷേവ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഓപ്പറേഷൻ ആണ് എങ്കിൽ ഈ എനിക്ക് തോന്നുന്നു ഹെയർ ഒന്നും ഉള്ളു പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ വയറ്, പുറം എല്ലാം ഫുള്ള് കാലിൻ്റെ മുട്ട് വരെ ഷേവ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഷേവ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ഉള്ളു പരിശോധിക്കാൻ കിടക്കുകയാണ്. ഞാൻ അങ്ങ് ചത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ കിടന്നു. പക്ഷെ പരിശോധിച്ച് ഞാൻ അറിഞ്ഞതേയില്ല. എനിക്കൊരു ശകലം പോലും പെയിൻ എടുത്തില്ല, ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞോ അങ്ങനായിരുന്നു. അപ്പം ഞാൻ എണീറ്റപ്പോൾ ഫുള്ള് വെള്ളം. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഞാനിനി സൂസു മുള്ളിയോ നോക്കിയപ്പോഴത്തേന് അപ്പം വയറ്റിലെ വെള്ളം പൊട്ടിച്ചതാണോ പൊട്ടിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഫുള്ള് വെള്ളമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു അയ്യോ. അപ്പോൾ ഞാൻ ചോദിച്ചു പൊട്ടിയോ? അപ്പോൾ പറഞ്ഞു പൊട്ടിയെന്ന് പറഞ്ഞു, വാട്ടർ പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറെ എൻ്റെ ആദ്യത്തെ ചെയ്തായിരുന്നു. അപ്പം ഞാനിന്ന് പ്രസവിക്കുമല്ലയോ? അപ്പോൾ പറഞ്ഞു ഇന്ന് ഡെലിവറി ആവുമെന്ന് പറഞ്ഞു. എനിക്ക് വെപ്രാളമായി. നമ്മുടെ ഈ വയറ്റിൽ വെള്ളം പോയി കഴിയുമ്പോൾ നമ്മുടെ വയറ് ഇങ്ങനെ ഇരിക്കത്തില്ല. ഈ കുഞ്ഞ് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോയി കഴിയുമ്പോൾ. അപ്പം എനിക്ക് ടെൻഷൻ. അപ്പോൾ ഇന്ന് പ്രസവിക്കും ഉറപ്പാ. അപ്പോൾ എനിക്ക് ഞാനിന്ന് പ്രസവിക്കും, ഓക്കെ. എന്നിട്ട് ഞാൻ അവിടെ തന്നെ കിടക്കുകയാണ്. കാരണം ബെഡിൽ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. അതായത് എല്ലാ ഡെലിവറി കിടക്കുന്ന കുട്ടികളും ഇങ്ങനെ കുറേ ബെഡിൽ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. അവിടെ കിടക്കാൻ എനിക്ക് സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ആ ബെഡിൽ തന്നെ എണീറ്റിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് പോവും. കാരണം നമുക്ക് ഈ ലൂസ് മോഷനൊക്കെ വരുമ്പോൾ ഉള്ള വയറുവേദനയില്ലേ, ആ വയറുവേദന കൂടാൻ
തുടങ്ങി. അപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോയേ പറ്റും. പക്ഷെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ടെൻഡൻസി തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി തലേ ദിവസമേ ലൂസ് മോഷൻ ആയതുകൊണ്ട് എനിക്ക് ഇതുപോലെ ട്രിപ്പ് ഒന്നും ഇടേണ്ടി വന്നില്ല. മറ്റേ അതല്ലെങ്കിൽ അവർ എന്തോ കുടിക്കുവാണോ ട്രിപ്പ് ഇടുവോ എന്തോ ചെയ്തു, കാരണം നമ്മുടെ വയറ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓൾറെഡി എനിക്ക് പിറ്റേ ദിവസം മുതൽ വയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കിടന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാനിങ്ങനെ അവിടെ നിന്ന് സിസ്റ്ററിനോട് ചോദിക്കും, സിസ്റ്ററെ ആയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എന്നോട് പറയും, എൻ്റെ കൊച്ചേ ആ കിടക്കുന്നവരൊക്കെ ഇന്നലെ തൊട്ട് കിടക്കുക, ഇതിപ്പോൾ വന്നാലേ ഉള്ളൂ എന്ന്. പിന്നെയും അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ എന്താണോ എന്ന് എനിക്ക് അറിയത്തില്ല. വന്ന് നോക്കിയിട്ട് 3 ഫിംഗർ 4 ഫിംഗർ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു ഈ കൊച്ചിനെ എടുത്ത് ലേബർ റൂമിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് നടന്ന് ലേബർ റൂമിൽ വന്ന് കിടക്കും ഇതിങ്ങനെ. അപ്പം ലേബർ റൂമിൽ വന്നപ്പം അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതായത് ഇവിടെ നമുക്കൊരു കാല് വെക്കാൻ സ്ഥലമുണ്ട്, ഈ കാല് ഇവിടെ വെക്കാൻ പറ്റും. അതായത് ഈ കാല് വെക്കാൻ സ്ഥലമില്ല, അവിടെ കമ്പിയില്ല, അത് നമ്മൾ അന്തരീക്ഷത്തിൽ വെക്കണമായിരുന്നു. അപ്പം ഞാനവിടെ എന്നെയാ സത്യം പറഞ്ഞത് എന്തോ ലക്കും കൊണ്ടാണ് ഞാൻ ലേബർ റൂമിൽ നേരത്തെ കയറി അവിടെ കിടന്നു. മറ്റേടത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇതിനെന്ത് സംശയം. അപ്പം ഞാനവിടെ കിടന്നു. അപ്പം അതിന് മുന്നേ ഒരു കൊച്ചു വന്നു കേട്ടോ. ആ കൊച്ചു വന്നിട്ട് അതിന് 18 വയസ്സോ 22 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ കിടന്ന് ബഹളമൊക്കെ വയ്ക്കും കേട്ടോ. അയ്യോ എനിക്ക് വരുമ്പം നമുക്ക് ഈ ടെൻഡൻസി വരുന്നത് ബാത്റൂമിൽ പോകണം എന്നുള്ള ഫീലിങ്സ് ആട്ടോ എനിക്ക് വരുന്നത്. അതും പിന്നെ ഈ പെയിൻ എന്ന് പറയുന്നത് ഈ പീരീഡ്സ് ആവുന്നതിൻ്റെ പെയിൻ എക്സ്ട്രീം ആവുന്നതാണ് പെയിൻ. പ്ലസ് അതിൻ്റെ കൂടെ ഈ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയുടെ പെയിനും വരും. അപ്പം രണ്ടും കൂടെ ആയപ്പോഴത്തേനും എനിക്ക് വേദന വരുമ്പോൾ എന്നും പറഞ്ഞ് കിടന്ന് കരച്ചില്ല. അപ്പോൾ സനോട് പറഞ്ഞ് എൻ്റെ കൊച്ചെ ഒന്ന് കരയാതിരി, പുറത്ത് കിടക്കുന്നവർ പേടിക്കത്തില്ലേ എന്ന് പറഞ്ഞ്. എനിക്കതൊന്നൊരു വിഷയമല്ല, ഞാൻ കരഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കൊച്ചിതാ അനങ്ങുന്നില്ല. ഞാനപ്പം കോമഡി സിനിമയെ പോലെയാ. ഞാനപ്പോൾ അവിടെ നിന്നിട്ട് ശുശു വേദനിക്കുന്നില്ലേ ആ കൊച്ചിനോട്. അപ്പം അതെന്നോട് നോക്കി ചിരിക്കുന്നു. ഡെലിവറിക്ക് കിടക്കുക അതെന്നെ നോക്കി ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് എനിക്ക് 3 ഫിംഗർ 2 ഫിംഗർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോരുത്തർ വന്ന് നോക്കും അങ്ങനെ എനിക്ക് ആ സൈഡ് ഫുൾ അങ്ങ് മരവിച്ച് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അവർ 2 ഫിംഗർ 1 ഫിംഗർ 3 ഫിംഗർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ കൊച്ച് എൻ്റെ ഡെലിവറിക്ക് തൊട്ട് മുമ്പായിരുന്നു ആ കൊച്ച്. അപ്പം ആ കൊച്ച് ആ ഒരു ഡെലിവറി ആയപ്പോഴത്തേനും അതിൻ്റെ ഡോക്ടർ ഓടി വന്നു. ഡെലിവറി ആ ടൈം ഇങ്ങനെ ആയപ്പോഴത്തേനും അത് ഇങ്ങനെ ഒരു സൗണ്ട് മാത്രമേ വെച്ചുള്ളൂ. ഞാനാണെങ്കിൽ കിടന്ന് അലറുക. അയ്യോ എൻ്റെ പൊന്നോ, ഇങ്ങനെ തന്നെ കിടന്ന് അലറുന്നത്. അയ്യോ എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞു. അതിങ്ങനെ അപ്പോൾ ഞാൻ ആ കൊച്ചിനെ എടുത്ത്, പക്ഷെ അതിന് 2,700 എങ്ങാണ്ടായിരുന്നു കുഞ്ഞിൻ്റെ വെയിറ്റ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാനത് കഴിഞ്ഞിട്ട് അതിനോട് ചോദിച്ചു, വേദനിക്കുന്നില്ലേ? ഞാനിവിടെ ഡെലിവറിക്ക് കിടക്കുക, ഞാൻ വേദനിച്ചില്ലേ? അപ്പോൾ അത് പിന്നെയും ചിരിക്കുന്നു. ഞാൻ മനസ്സിൽ ആരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്? ആ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കും, സിസ്റ്ററെ ആയോ എന്ന്. പക്ഷേ ഈ സിസ്റ്റേഴ്സ്മാർ കൈ തരത്തില്ല കേട്ടോ. ഒരുപാട് പേര് നമുക്ക് കൈ തരത്തില്ല. കാരണം നമ്മൾ ആ പെയിനിൽ കൈ അവരുടെ ഞെക്കി ഒടിക്കും അങ്ങനെങ്ങാണ്ട് എന്തോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് തരത്തില്ല. പക്ഷെ ഒരു സിസ്റ്റർ നല്ലതായിരുന്നു, എൻ്റെ കൂടെ നിന്നു. ചിലരൊന്നും അങ്ങനെ അവർക്കൊന്നും അത് വലിയ കാര്യമൊന്നും അല്ല കേട്ടോ. അവരൊക്കെ ഇങ്ങനെ എന്നും പറഞ്ഞാൽ എനിക്കൊരു ബാഡ് അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്നോട് പുഷ് ചെയ്യാൻ പറയാം. ഒരു കാല് സ്റ്റാൻഡിൽ, ഒരു കാല് അന്തരീക്ഷത്തിൽ. എനിക്ക് വക്കാൻ സ്ഥലമില്ല. ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ ഞാൻ. അപ്പം ഞാൻ എന്നിട്ട് ഡോക്ടർ വന്നിട്ടാണോ അതോ നേഴ്സാണോ കട്ട് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അപ്പം നേഴ്സ് ഇങ്ങനെ വരാറായി, ബേബി വരാറായി. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പം നമ്മൾ ഓൾറെഡി യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഓക്കെ ഒരു കട്ട് അങ്ങനല്ലേ വിചാരിക്കുന്നുള്ളൂ. അപ്പം പിന്നെയും ഒരു തവണയും കൂടെ കട്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ 2 തവണ കട്ട് ചെയ്തേ, ഒരു തവണയല്ലേ കട്ട് ചെയ്യത്തുള്ളൂ? അപ്പം എന്നോട് പറഞ്ഞു, ഈ ആവശ്യമില്ലാത്ത വീഡിയോ ഒക്കെ എന്തിനാ കാണുന്നത്? ഞാൻ പറഞ്ഞ എൻ്റെ തെറ്റാ, പോട്ടെ സാരമില്ല. അതിൻ്റെ ഇടയിൽ വൻ കോമഡി ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേന് എത്ര പുഷ് ചെയ്തിട്ടും അപ്പോൾ ഇറങ്ങി വരുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേന് ഡോക്ടർ താഴേന്ന് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ജീവ കുഞ്ഞ് 2 ഘട്ട ഇത് നിൽക്കുകയാണ്. അതായത് ഇവിടെ ഇറങ്ങി, അതായത് സ്റ്റക്കായിട്ട് നിൽക്കുക, ഓപ്പറേഷൻ ചെയ്തു എടുക്കാൻ പറ്റില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, പുഷ് ചെയ്ത് തന്നെ പുറത്തിറക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു. എനിക്കങ്ങ് ടെൻഷനായി. ഞാനിപ്പോൾ നിന്ന് എത്ര പുഷ് ചെയ്തിട്ടും പുറത്തോട്ട് വരുന്നില്ല. എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല, വേഗം ചെയ്യുമെന്നും പറഞ്ഞു എന്നെ വഴക്ക് പറയുക. അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം ഡോക്ടർ എന്തൊക്കെയോ കുത്തിക്കയറ്റി കൊച്ചിനെ പുറത്തെടുത്തപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഇങ്ങനെ ഇരുന്ന വയറ് പ്ലിങ്ങും പറഞ്ഞിങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അതൊരു നമുക്കത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുവേ. അപ്പം കുഞ്ഞിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ പുറത്തെടുത്തോണ്ട് അങ്ങ് പോയി. അപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ കിടന്നു.
എന്നിട്ട് ഞാൻ ബേബി ആണോ ബോയ് ആണോ ഗേൾ ആണോ ബോയ് ആണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ അത് നോക്കത്തില്ലെന്ന് പറഞ്ഞു. ഗേൾ ആണോ ബോയ് ആണോ എന്ന് ഡോക്ടർ നോക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എടുത്തോണ്ടങ്ങ് പോയി. എടുത്തോട്ട് പോയിട്ട് തുടച്ച് സുന്ദര കുട്ടപ്പനായിട്ട് കൊണ്ടുവന്നില്ല. അതിനു മുമ്പ് നമ്മുടെ വയറിട്ട് ഞെക്കി ഓട്ടഞ്ഞ് പിഴിച്ച് ഇങ്ങനെ 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 ഉടച്ച് അത് ബ്ലഡ് ഫുള്ള് പോവാൻ വേണ്ടിയിട്ടാട്ടോ ഓട്ടച്ച് പിഴിഞ്ഞ് തിരുമ്മി ഇങ്ങനെ കുഴച്ചെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രഷർ ചെയ്ത് നല്ല പോലെ ഇതാക്കി എടുക്കും. എന്നിട്ട് സ്റ്റിച്ച് ഇടും. ഈ സ്റ്റിച്ച് ഇടുന്നതൊന്നും നമ്മൾ അത്ര അറിയത്തില്ല കേട്ടോ. അറിയാൻ പറ്റും ഇങ്ങനെ കുത്തുന്നത്, പക്ഷെ അത്രയും അതൊന്നും ഒരു വേദനയല്ല. അതൊന്നും അറിയത്തില്ല. അങ്ങനെ സ്റ്റിച്ചിട്ടു. സ്റ്റിച്ചിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പൊതിഞ്ഞ് എൻ്റെ അപ്പക്കുട്ടനെ കൊണ്ടുവന്നു. എൻ്റെ അപ്പക്കുട്ടനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ മോനാന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. മോനാന്ന് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ മോനാണോ? അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇനി കുഞ്ഞെങ്ങാനും മാറിപ്പോയോ, എൻ്റെ തന്നെ കുഞ്ഞാണ്, കുഞ്ഞെങ്ങാനും മാറിപ്പോയോ എന്ന് എനിക്കിങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ അവനിങ്ങനെ നോക്കിയപ്പോൾ കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ചുണ്ടിട്ട് ഇങ്ങനെ ആടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അയ്യോ എനിക്ക് എടുക്കാൻ അറിയത്തില്ല. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ആ ഒരു ഇത് കണ്ടോണ്ടാന്ന് തോന്നുന്നു നേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ ചുണ്ടിലിട്ട് ഉരച്ചു അവൻ്റെ ചുണ്ട്. എന്നിട്ട് അവനിങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കണ്ണടച്ച് കഴിയുമ്പോൾ ആ ഒരു ഫീലിങ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മോളെ പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് സീച്ചറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ. അങ്ങനെ പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേനെ അപ്പുക്കുട്ട സ്റ്റക്കായിട്ട് ഇരുന്നുകൊണ്ട് അവന് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം അങ്ങോട്ടും വരുന്നില്ല ഇങ്ങോട്ടും വരുന്നില്ല രീതി സ്റ്റക്കായിട്ട് ഇരിക്കുകയല്ലായിരുന്നു. അപ്പോൾ ഇവിടെ തലയുടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുഴച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്തോ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു അത് താഴാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കുഞ്ഞിനെയൊക്കെ കാണിച്ചിട്ട് അവരെ കൊണ്ടുപോയി. കാരണം ബ്രീത്തിങ്ങിന്റെ കുഴപ്പമുണ്ടായിരുന്നു. കാരണം അത്രയും നേരം അവനോട് സ്റ്റക്കായിട്ട് നിൽക്കുകയല്ലായിരുന്നോ. ഞാൻ പറയും ഇപ്പോഴും അവനോട് പറയും നിനക്ക് എന്തായിരുന്നു പെട്ടെന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാന്ന്. അപ്പോൾ അവൻ പറയുന്നത് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ, അതുകൊണ്ടാണ് അവൻ പറയുന്നത്. അങ്ങനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചു നേരം നമ്മളെ അവിടെ കിടത്തിയിട്ട് പിന്നെ 2-3 തവണ നമ്മുടെ വയറ് ശരിക്കും അവരിങ്ങനെ മസാജ് ചെയ്യും. ഭയങ്കര കട്ടിക്ക് തന്നെ മസാജ് ചെയ്ത് ഇതാക്കും ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് എണീറ്റ് നമ്മളെ അപ്പുറത്തോട്ട് കിടത്തും. അതായത് ഡെലിവറിക്ക് വേണ്ടി കുറേ പേര് അവിടെ കിടന്നില്ലേ, അങ്ങോട്ട് കിടത്തി കഴിയുമ്പോൾ എനിക്ക് അങ്ങ് എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കാരണം എനിക്ക് സീച്ചറിനെ കാണണം എന്നുള്ള ഭയങ്കര ഇത്. കാരണം ആദ്യമായിട്ട് അമ്മയായതല്ലേ, അവരൊക്കെ എങ്ങനെയാ അങ്ങനൊക്കെ. അപ്പോഴും ഞാൻ എൻ്റെ വയറൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ ഇറങ്ങി കിടന്നു. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ ചരിഞ്ഞും മറിഞ്ഞും ഒന്നും കിടക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കാൻ ശ്രമിക്കണം. ആരും എത്ര സമയമായാലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കാൻ പറ്റണം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കിടന്ന കുട്ടിക്ക് പെൺകുഞ്ഞായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വേറെ ഡെലിവറി ഒക്കെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡെലിവറി പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവർക്ക് ആദ്യത്തെ ആൺകുട്ടിയാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവർക്ക് പെൺകുട്ടിയാ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യത്തെ പെൺകുട്ടിയാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ആൺകുട്ടിയാണ്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കിടന്ന്. അപ്പോൾ ഞാൻ അറിയാതെ ചരിയുമ്പോൾ ഡോക്ടർ വഴക്ക് പറയും. നേഴ്സോ കണ്ടു കഴിഞ്ഞാൽ നേരെ തന്നെ കിടക്കാൻ പറയും. അങ്ങനെ നേരെ തന്നെ കിടന്നു. അപ്പൊ എനിക്കങ്ങ് പുറത്തിറങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ ടോയ്ലറ്റിൽ, അതായത് സൂസു മുള്ളിച്ചിട്ട് അവര് ഓക്കെ ആണെങ്കിലാണ് പുറത്തോട്ടൊക്കെ ഇറക്കുന്നത്. അപ്പൊ എന്നോട് ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞു, ബാത്റൂമിൽ പോകാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് നീറുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ, നീറുമൊന്നുമില്ല, നമ്മൾ അറിയത്തേ ഇല്ല. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് കിടന്നു. അപ്പോൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവരുടെ ഇട്ടക്കുന്ന ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അത് ഊരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വയറ് ഈ നമ്മൾ വയസ്സാവുമ്പം തൊലി ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ലേ താപ്പോട്ട്, ഈ തൊലി മാത്രം അതുപോലെ തൂങ്ങി താപ്പോട്ട് കിടക്കുന്നു. കുറച്ച് വയറിങ്ങനെ ആ ഒരു പാർട്ട് മാത്രം. എനിക്കങ്ങ് വല്ലാതായിപ്പോയി കണ്ടിട്ട്. ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് അറിയത്തില്ല ഇത് മാറുന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഞാനിങ്ങനെ വയറ് കണ്ടിട്ടില്ല ആരുടെയും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയി. അപ്പം ഞാൻ അവിടെ നിന്നൊരു നേഴ്സിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഒരു കൊച്ചു പെണ്ണായിരുന്നു കേട്ടോ. അതായത് ഒരു കല്യാണം കഴിഞ്ഞതാണ്, ഒരു 24-25 വയസ്സുള്ള. അവരിങ്ങനെ ഒരുമാതിരി ആ രീതിയിൽ നോക്കി. അപ്പോൾ എനിക്ക് അതും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമായി. ഈ വയറെന്താ ഇങ്ങനെ കിടക്കുന്നേ, തൊലി മാത്രം, മാംസമില്ല, തൊലി മാത്രം ഇങ്ങനെ നമുക്ക് കിടക്കും. പക്ഷെ ഇത് മാറും. നമ്മൾ വിചാരിക്കും നമ്മുടെ വയറിനി അങ്ങനെയാണെന്ന്. അങ്ങനെയല്ല. നമ്മുടെ വയറ് എക്സസൈസും എല്ലാം ചെയ്ത് നോർമൽ വയറ് തന്നെ ആവും. അത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കരുത്. ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു പോയി കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അങ്ങനെ കുഞ്ഞിനെ കുറച്ചു നേരം കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് പാല് കൊടുക്കാൻ പറഞ്ഞു. പാല് കൊടുക്കാൻ എനിക്ക് പാല് വന്നില്ല.
അപ്പം അവരെന്നോട് പറഞ്ഞു കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പാലൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ പാലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അവന് 2 ദിവസമാണ്, ഒരു ദിവസം 2 ദിവസം അങ്ങാണ്ട് മറ്റേ ഒരു സ്പൂൺ വേണ്ട, കുഞ്ഞി സ്പൂണില്ലേ, ആ സ്പൂണിലൊരു 3-4 ഡ്രോപ്പ് കൊടുക്കുമ്പോഴേ അവന് വയറ് നിറയായിരുന്നു. എനിക്ക് അവനെ എടുക്കാൻ പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആയിരുന്നു ഞാനിങ്ങനെ പിടിക്കുന്നതും എല്ലാം. അങ്ങനെ ഈ ഡോറ് ഇങ്ങനെ ആട്ടോ ഡെലിവറി റൂമിന്റെ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ ഈ ബെഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു, ആ അറ്റത്ത് വന്നു. അപ്പൊ അവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാതിൽ തുറക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ വന്നിങ്ങനെ നോക്കിയപ്പോൾ സീച്ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ സീച്ചേട്ടനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ കാണിച്ച്. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്നിട്ട് ഞാൻ വന്ന് ബെഡിൽ കിടന്നു. എല്ലാവരും ആ റൂമിലെ അവസാനം രാത്രി എല്ലാവരും എൻ്റെ ഫയല് കണ്ടില്ല, എൻ്റെ ഫയല് തപ്പി നടക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ഇറക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആട്ടോ എന്നെ ഇറക്കുന്നത്. അന്ന് ഞാനൊരു നീല നൈറ്റിയൊക്കെ ആയിട്ടത്. അപ്പോൾ ലാസ്റ്റ് ഇറക്കുന്നത്. അപ്പോൾ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖത്തൊക്കെ ഇങ്ങനെ നീരാട്ടോ. നമ്മൾ അത്രയും പ്രഷറും ഒക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും, എനിക്ക് അറിയത്തില്ല, മുഖത്തൊക്കെ നീരാണ്. കയ്യിലിങ്ങനെ ട്രിപ്പ് ഇട്ടേക്കുന്നതിൻ്റെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് കുത്തിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ നമ്മളെ ഇതിൽ തന്നെ ഉരുട്ടി റൂമിൽ കൊണ്ടുപോയി. ആ ടൈമിൽ റൂമൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഏതോ ഒരു റൂം എടുത്തു, ഒരു കൊച്ചു റൂമായിരുന്നു, പക്ഷെ ടിവിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എങ്കിലും 2 പേർക്കേ കിടക്കാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിൽ കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സീച്ചേട്ടൻ്റെ അമ്മയൊക്കെ രാത്രി അങ്ങ് തിരിച്ചു പോയി. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളായിരുന്നു രാത്രിയിൽ. രാത്രി ആയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പെയിൻ എടുക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കുത്തുമല്ലോ, അതിൻ്റെ മരവിപ്പ് നമുക്ക് മൊത്തത്തിൽ മാറിക്കഴിയുമ്പോഴത്തേനും വേദന എടുത്ത് ഞാൻ അന്ന് അമ്മയെ പോലും ഉറക്കിയില്ല. അതുപോലെ വേദന എടുക്കാൻ തുടങ്ങി കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ വേദന എടുക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ എനിക്ക് പാലില്ലല്ലോ, കുഞ്ഞെണീക്കുമ്പോൾ കൊടുക്കാൻ പാലില്ല. അപ്പം അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എഴുന്നേൽക്കുമ്പോൾ പോവും, അവിടുത്തെ റൂമിലോട്ട് ഓടിപ്പോകുമ്പോൾ അവർ കുറച്ച് ഇത് കൊടുക്കും കലക്കി. അപ്പം അത് ഒരു 2-3 ഡ്രോപ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവൻ ഉറങ്ങും. 3-4 ഡ്രോപ്പ് മതിയായിരുന്നു കേട്ടോ, ഒരു സ്പൂൺ പോലും തികച്ച് വേണ്ട, ഇത്രയുള്ള ഒരു സ്പൂൺ പോലും തികച്ച് വേണ്ട. അപ്പം അത് കൊടുക്കുമ്പോഴത്തേനും ഇവൻ ഉറങ്ങും. അപ്പം എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല, പ്ലസ് വേദന. ഓക്കെ, അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്ന് ഡിസ്ചാർജ് ആയാൽ മതി എന്നൊറ്റ തോന്നല. കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്നാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പം ഒരു ലൈറ്റ് അടിക്കും കേട്ടോ. നമുക്കിവിടെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് 2 നേഴ്സുമാർ വന്നിട്ട് കുറേ നേരം ലൈറ്റ് അടിക്കും. അപ്പോൾ ചൂട് ഒത്തിരി അടിക്കുമ്പോൾ നമ്മൾ മതി 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 എന്ന് പറയും, പക്ഷെ അങ്ങനെ മതി എന്ന് പറയരുത്. അത് എത്രയും അടിക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മളുടെ മുറിവും കാര്യങ്ങളും എല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് എല്ലാവരും കാണാനൊക്കെ വരും, ഏട്ടനും അമ്മയും എല്ലാവരും വരും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ കൊറോണയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ആ ഒരു ടൈമിൽ സീച്ചേട്ടൻ കുഞ്ഞിനെ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് എങ്ങും തൊടാതെ അതായത് ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് ശ്വാസം പോലും സീച്ചേട്ടൻ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് വിടത്തില്ല, കാരണം പേടി, ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ എല്ലാവരും വരും, ഏട്ടനും വീട്ടുകാരും വരും. പിന്നെ നമ്മുടെ ഏട്ടൻ്റെ അന്ന് നമ്മൾ ആ കുടുംബ വീട്ടിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അവിടുത്തെ നെയ്ബേഴ്സ്, ഏട്ടൻ്റെ റിലേറ്റീവ്സ്, ഇവരെല്ലാവരും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പം കുറച്ച് എല്ലാവരും വരും. എനിക്ക് ആ ഒരു ടൈമിൽ എല്ലാവരും നിൽക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ രാത്രി ആകുമ്പോഴത്തേന് അതായത് നമ്മൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്തോണം. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ച ഒരു സിനിമയാണ് ലൈഫ്, സിനിമയിലെ പോലെ തന്നെയാണ് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ബോഡിക്ക് ഭയങ്കര മാറ്റം വരും, നമ്മൾ മെന്റലി ഭയങ്കര വീക്കാവും. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കെയർ കിട്ടും കേട്ടോ, ഭയങ്കര കെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആഫ്റ്റർ ഡെലിവറി സീച്ചേട്ടനൊക്കെ കുഞ്ഞിനെ നോക്ക് കുഞ്ഞിനെ നോക്ക് കുഞ്ഞിനെ നോക്ക് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് സുഖമാണോ, നീ ഓക്കെ ആണോ, അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ എനിക്കങ്ങ് മെൻ്റലി എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, എനിക്കിനി ഒന്നുമില്ല, അങ്ങനെ അങ്ങ് തോന്നി തുടങ്ങാൻ തുടങ്ങി. പക്ഷെ അത് അല്ലെങ്കിൽ അങ്ങനെ അല്ലടി എന്ന് പറയാനും ആരും ഇല്ല കേട്ടോ. അത് എനിക്കറിയത്തില്ല, ചിലപ്പം എൻ്റെ അമ്മയാണെങ്കിലും ഏട്ടൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും കൂടുണ്ട്, പക്ഷെ എൻ്റെ പോലെ ചിന്തിക്കാനും അങ്ങനെ ആരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല. ഈവൻ സീച്ചേട്ടൻ വരെ കുഞ്ഞിന് പാല് കൊടുത്തോ, കുഞ്ഞിനെ നോക്ക്, കുഞ്ഞ് എല്ലാവരും കുഞ്ഞ് കരയുന്നുണ്ടോ, കുഞ്ഞ് ഓക്കെ ആണോ, നീ ഓക്കെ ആണോ, അങ്ങനെ ആരും എന്നോട് എൻ്റെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്താണ്, കുറേയൊക്കെ എൻ്റെ ഇതായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഡെലിവറി ആവുന്നതിന് തലേ ദിവസം വരെ ഞാൻ പറന്ന് നടക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം എന്നെ റൂമിലിട്ട് ഞാൻ അവിടെ അങ്ങ് പെട്ടുപോവുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്,
ഡെലിവറി ടൈമിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന അമ്മമാരൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാ. അവർക്ക് ഉറങ്ങാലോ, അവർക്ക് ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ എൻ്റെ ലൈഫ് തീർന്നു, ഇനി എനിക്കൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബോഡിയിൽ മാറ്റം, ബോഡിയൊക്കെ ഇങ്ങനെ ചുളുങ്ങി, മൊത്തത്തിൽ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കാൻ തുടങ്ങിയെന്ന്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ ഏട്ടനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കൊണ്ടുവിട്ടിട്ട് അവരങ്ങ് പോയി. പക്ഷേ പിറ്റേ ദിവസമൊക്കെ ഏട്ടൻ വരുന്നുണ്ട് വൈകുന്നേരം, ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. അന്ന് ഏട്ടന് ഗവൺമെൻറ് ജോലിയൊന്നും അല്ല. അപ്പം ഏട്ടൻ്റെ പ്രൈവറ്റിലായിരുന്നു. അപ്പോൾ പ്രൈവറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ വരും. വന്നാലും കുഞ്ഞിനെ ശ്രദ്ധിക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ വന്നു കഴിയുമ്പോൾ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട്, അമ്മ ഒരു 5 മിനിറ്റ് അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെ പോയി കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കും. എന്നിട്ട് കുഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ടെൻഷനായി ഇങ്ങനെ, അയ്യോ ഞാൻ പോത്തില്ല അത്രയും ഇതായി. അപ്പൊ ഏട്ടൻ എന്നോട് പറയും കുഞ്ഞിനെ നോക്കെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതാക്കും. അറിയത്തില്ല അവർക്കൊന്നും. അപ്പം അങ്ങനെ ഞാൻ നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ ആയുർവേദം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് അപ്പുക്കുട്ടന് രാത്രിയിൽ ഉറക്കമില്ല. അപ്പോഴത്തേന് എനിക്ക് പാലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ, അതായത് വൈകുന്നേരം ഒരു 5 മണി ആയിക്കഴിഞ്ഞാൽ വെളുപ്പിനൊരു 3:30-4 മണി വരെ അപ്പുക്കുട്ടൻ കരച്ചിൽ, ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ആ ടൈമിൽ ഈ പഴയ ആൾക്കാർ എന്ത് പറയും, അയ്യോ കണ്ണ് കിട്ടി, അല്ലെങ്കിൽ സന്ധ്യക്ക് കുഞ്ഞിനെ പുറത്തിറങ്ങിയിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കോടയാന്നൊക്കെ പറയും. അയ്യോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ, ഈ കൊച്ചിന് മാത്രം എന്താ ഇങ്ങനെ. അപ്പം നമുക്കുള്ളിൽ എന്താ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖമുണ്ടോ, ടെൻഷനാണോ, അങ്ങനെ ഇല്ലാത്ത ടെൻഷൻ മൊത്തം വരും. എനിക്കറിയത്തില്ല ഞാനിത് പറയുന്ന എത്ര പേർക്ക് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫാണ് പറയുന്നത്. എൻ്റെ ലൈഫ് ഏറ്റവും നന്നായിട്ട് എനിക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ ടെൻഷൻ അടിക്കും. ഞാൻ എന്നും അടൂരുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ മാത്രമേ എനിക്ക് സമയമുള്ളായിരുന്നു. അവിടെ ചെല്ലും, ഈ ഗ്യാസിന്റെ മരുന്ന് കൊടുക്കും, അപ്പോൾ ഓക്കെ ആവും. അങ്ങനെ എന്നും കൊണ്ട് ചെന്നിട്ട് അവസാനം അവർ ഒരു ദിവസം ഗ്യാസിന്റെ മരുന്ന് കൊടുത്തിട്ടും അവൻ കരയുക. ചേട്ടനും എല്ലാവരും ടെൻഷനായി. അങ്ങനെ ICUവിൽ കയറ്റി ഫുൾ ചെക്ക് ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ 5 മണി കഴിയുമ്പോഴത്തേന് കരച്ചിൽ തുടങ്ങും. കുഞ്ഞിങ്ങനെ മുഖം പിടിച്ചാ കരയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ അനുഭവിച്ചു കേട്ടോ. എനിക്ക് ആ ഉറക്കമില്ലാത്ത നാള് ഞാൻ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കാം. ഞാൻ സെറ്റിയിലൊക്കെ ഇങ്ങനെ കിടന്നാ ഉറങ്ങുന്നേ, ബോധമില്ല എനിക്ക്. അപ്പോൾ എൻ്റെ നെഞ്ചത്ത് തന്നെ. അപ്പൊ കാണുന്ന കുറച്ച് പേര് പറയും, അയ്യോ കുഞ്ഞിനെ നെഞ്ചത്ത് കിടത്തു കഴിഞ്ഞാൽ നെഞ്ച് പതുങ്ങി പോകുന്നു. എനിക്ക് നെഞ്ച് പതുങ്ങുന്നോ, ഒരാളുടെ നെഞ്ച് പതുങ്ങുന്നോ, അതൊക്കെ ഓരോരുത്തരുടെ ജെനറ്റിക്കാ. കണ്ണു തുറന്ന് എഴുതണം, എഴുതിയില്ലെങ്കിൽ പിടിക്കാൻ വരത്തില്ല, അതൊക്കെ ജെനറ്റിക്കാണ്. കുഞ്ഞു വളരും തോറുമാണ് കുഞ്ഞിന്റെ മുടി, കണ്ണ്, പുരികം, ഇതെല്ലാം മൂക്ക് ഇതുപോലെ ഇവിടെ ഇട്ട് പിടിക്കുക, ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല കേട്ടോ. ഞാൻ അന്നും ഒക്കെ എനിക്ക് ഭയങ്കര എതിരായിരുന്നു. പിന്നെ ചില കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എനിക്ക് ഒരുക്കാൻ തോന്നുമ്പോൾ ഞാൻ അപ്പൂനെ ഒരുക്കാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. പക്ഷെ കൂടുതൽ സമയങ്ങളിൽ ഞാൻ അവനെ കരിയൊന്നും വരയ്ക്കാറില്ല. പക്ഷെ കണ്ണ് എഴുതിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ രാവിലെ പകൽ അപ്പുക്കുട്ടൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ആ ടൈമിൽ ഉറക്കം വരത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ആൾക്കാരിങ്ങനെ കാണാൻ വരുമല്ലോ, കാണാൻ വരുന്നവരും ഇങ്ങനെ കുറെ പേര് അയ്യോ അതെന്താ അങ്ങനെ ഇങ്ങനെ. അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്, പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂമിൽ തന്നെ കിടക്കണം, നമ്മൾ വേറെ റൂമിലോട്ട് പോകരുത്. ഞാൻ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ സെറ്റിയിലായിരുന്നു കിടക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റൂമിൽ കിടന്നിട്ട് കംഫർട്ടബിൾ ഇല്ല. എനിക്ക് നടുവിന് അസ്വസ്ഥത പോലെ തോന്നുന്നു. എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളായിരുന്നു. അതുകൊണ്ട് ഞാൻ ദിബാങ്കോട്ടിലായിരുന്നു കേട്ടോ അപ്പൂനെ കൊണ്ട് കിടക്കുന്നത്. അങ്ങനെ ഒരു 4 മാസമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ സീച്ചേട്ടൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സീച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീച്ചേട്ടനും ഞാനും അപ്പവും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇത് 4 മാസം തൊട്ട് കുറയാൻ തുടങ്ങും, 6 മാസം വരെ ഈ ഒരു ഗ്യാസിന്റെ പ്രോബ്ലം അപ്പുക്കുട്ടന് കാണത്തുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് 2 തവണ എങ്ങാണ്ടേ അവൻ കരഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവൻ കരഞ്ഞിട്ടില്ല, അവൻ ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളൂ. അത് ഇങ്ങനെ ഈ ഒരു ഡ്രോപ്പ് കൊടുക്കുമ്പോൾ മാറും. ഞാൻ മറ്റേ ഉരച്ചു കൊടുക്കുന്ന മരുന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പുക്കുട്ടന് അതൊന്നും ഏക്കത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സെറ്റായി, അവൻ്റെ ഉറക്കം എല്ലാം കറക്റ്റ് ആവാൻ തുടങ്ങി. പക്ഷേ ഉണ്ടല്ലോ, ഇവർക്ക് പനിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പെട്ടുപോകും. നിർബന്ധം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട്
പാടുവിട്ട് പോകും. സത്യം പറഞ്ഞാൽ ഈ നിമിഷം എന്നോട് ചോദിച്ചാലും എനിക്ക് ഡെലിവറിക്ക് പെയിനോ അല്ലെങ്കിൽ എനിക്ക് പ്രഗ്നന്റ് ആവാനുള്ള പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. കാരണം എനിക്ക് പ്രസവിക്കാനോ ഡെലിവറി ആവാനൊന്നും ഒരു പേടിയില്ല. പക്ഷെ ഉള്ളു പരിശോധിക്കാൻ പേടിയുണ്ട്. കാരണം അത് അടിപൊളി വേദനയാണ്. അപ്പോൾ അത് പേടിയുണ്ട്. അല്ലാതെ ഡെലിവറിക്ക് എനിക്ക് പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഒരു 3-4 മാസം ആ ഉറക്കമില്ലാത്ത രാത്രികൾ, 1-2 മാസം അല്ല, ആ അത്രയും മാസം ഉറക്കമില്ലാത്ത രാത്രികൾ, അതുവരെ നമ്മളിപ്പോൾ 12 മണിക്കാണ് ഉറങ്ങുന്നെങ്കിലും നമ്മൾ ബാക്കി അത്രയും ടൈം നമ്മൾ ഉറങ്ങി തീർക്കുന്നുണ്ട്. പക്ഷെ ഇത് അരമണിക്കൂർ കൂടുമ്പോൾ നമ്മൾ എണീക്കണം. പിന്നെ നമ്മുടെ സ്റ്റിച്ചിന്റെ വേദന അതും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ചത്ത്. എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ചത്തൊരവസ്ഥയായിരുന്നു. ഞാൻ മരവിച്ചൊരവസ്ഥയായിരുന്നു. എന്നും ഞാൻ കരയുമായിരുന്നു. എന്നും കരയും. പക്ഷെ ആ ടൈമിലും എനിക്ക് അപ്പുവിനോടുള്ള സ്നേഹം, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ, അതുകൊണ്ടാണോ അവനിങ്ങനെ കരയുന്നതെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയുള്ള ടെൻഷനൊക്കെ നമുക്ക് വരും. പിന്നെ നമ്മൾ ആലോചിക്കും കുഞ്ഞൊന്നും വേണ്ടായിരുന്നു, പഴയ പോലെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു, കുഞ്ഞിനൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെ പിന്നെ അവന് ഉണർന്നിരിക്കുമ്പം അവൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കും. ഞാൻ എപ്പോഴും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളർന്ന് വന്ന് അപ്പുക്കുട്ടൻ നല്ലൊരു മോനായിട്ടാട്ടോ വന്നത്. കുറച്ച് നിർബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഭയങ്കര നിർബന്ധമാണ്. പക്ഷെ തുടക്കത്തിലേ സമ്മതിച്ച് കൊടുക്കരുതെന്ന് വെച്ചാൽ അവർ കരഞ്ഞ് പനി പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് ആശുപത്രി കൊണ്ടുപോയി മരുന്ന് കൊടുത്താൽ ആ പനി മാറും. പക്ഷെ ഈ നിർബന്ധം പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവരുടെ നിർബന്ധം എന്നാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തുടങ്ങും ആ നിർബന്ധം. ആ ടൈമിലേ അത് നിയന്ത്രിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ബെറ്റർ ആയിരിക്കും. നമ്മൾ വിചാരിക്കും, നമ്മുടെ കൂടെ നിൽക്കുന്നവരും പറയും കുഞ്ഞല്ലേ അതല്ലേ ഒന്ന് കൊടുക്കങ്ങ്, അതിനിപ്പോൾ എന്താ, കേൾക്കരുത്. കാരണം കുഞ്ഞ് നല്ലതായാലും ചീത്തയായാലും അത് അമ്മയ്ക്കാണ് ആ പഴി വരുന്നത്. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണ് ആ പഴി വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം അപ്പം കൈമലത്തി കാണിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം. കുഞ്ഞ് കരഞ്ഞ് പനി പിടിച്ചോ ആശുപത്രി കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. അവർക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാം. അല്ലാതെ അത് പോട്ടൊക്കെ, ഇത് ഈ ചെറിയൊരു സാധനമല്ലേ, അതങ്ങ് വാങ്ങിച്ചു കൊടുക്കുക, അവള് വളരുമ്പോൾ മാറിക്കോളും എന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. എത്ര പേർക്ക് ഇതാവും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 1 ഇയർ ആ സ്റ്റിച്ചിന്റെ പെയിൻ ഉണ്ടായിരുന്നു. 1 ഇയർ, 1 വർഷം എനിക്ക് ആ സ്റ്റിച്ചിന്റെ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് സീച്ചേട്ടൻ എൻ്റെ അടുത്തുനിന്ന് പോവുമോ, അങ്ങനെയൊക്കെ ഒരു വെപ്രാളം എനിക്കുണ്ട് കേട്ടോ. എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു 10 മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓടി സീച്ചേട്ടനെ അടുത്ത് പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഒരു മൈൻഡായിരുന്നു കേട്ടോ. ഞാൻ അത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ആ ഒരു സ്റ്റേജ് എന്നെ മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് ആർക്കും അത് കൂടുതൽ. പിന്നെ എൻ്റെ വീട്ടിൽ ഇന്നടത്ത് ഇരിക്കണം, ഇന്നടത്ത് പുറത്ത് പോകരുത്, ഇങ്ങനെ അത്രയും നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ. ഇഷ്ടമുള്ളയിടത്ത് നടക്കാം, ഇഷ്ടമുള്ളയിടത്ത് പോവാം, അല്ലെങ്കിൽ അങ്ങനൊന്നും ഒരു പ്രശ്നം എൻ്റെ വീട്ടിലില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ റൂമിൽ ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഉറക്കമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, കുഞ്ഞ് കരയുമ്പോഴുള്ള ടെൻഷൻ, പുതിയതായിട്ട് പിന്നെ ബോഡിക്കെല്ലാം മാറ്റം വന്നതിൻ്റെ ടെൻഷൻ, അങ്ങനെയുള്ള കുറച്ച് ടെൻഷനല്ല, നമുക്ക് എന്തോ മൊത്തത്തിൽ നമ്മൾ തീർന്നു എന്ന് ഒരു തോന്നും. അതെല്ലാം വെറുതെയാണ്. ഇപ്പോൾ ഒരുപാട് പേര്, ചിലപ്പോൾ പോട്ടെ ഒരാളെങ്കിലും എൻ്റെ ഈ വീഡിയോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരോ പ്രഗ്നൻ്റ് ആവാൻ പോകുന്നവരോ കാണുന്നുണ്ടായിരിക്കും. അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ അങ്ങ് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, ഉടനെ അങ്ങ് പ്രഗ്നൻ്റ് ആവാൻ നിൽക്കരുത്. കാരണം എനിക്കൊക്കെ കല്യാണം കഴിച്ചതും പെട്ടെന്ന് ഭാര്യ ആയതോ അമ്മയായതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഭാര്യയായിട്ട് കുറച്ച് നാളും കൂടി ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നാൾ, അറ്റ്ലീസ്റ്റ് ഒരു 4 മാസം 6 മാസമെങ്കിലും നിങ്ങൾ ഭാര്യയായിട്ട് മാത്രം ഇരിക്കണം കേട്ടോ. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആ ഒരു ടൈം വേറൊരു ജീവിതമാണത്. അത് പിന്നെ നമ്മളൊന്ന് സെറ്റായിട്ടിരിക്കാൻ, കുഞ്ഞ് സെറ്റായിട്ട് വരാൻ കുഞ്ഞിനൊരു 4 വയസ്സാവണം. അതുവരെ അത് വേറൊരു ജീവിതമാണ്. നമുക്ക് ആ കുഞ്ഞിനെ മാത്രമേ അപ്പോൾ ഒന്ന് ചിന്തിക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ്. ഇതിനാരും എൻ്റെ പൊങ്കാലയൊന്നും ഇടാൻ വരണ്ട, ഞാനായിട്ട് പറഞ്ഞതാണ്. കുഞ്ഞുങ്ങൾ ദൈവം തരുന്നതാണ്, എല്ലാം ശരി തന്നെയാണ്. എങ്കിലും ഒരു 3 മാസം, അറ്റ്ലീസ്റ്റ് ഒരു 3, 4, 6 മാസമെങ്കിലും നിങ്ങൾ ഭർത്താവും ഭാര്യയായിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് എൻ്റെയൊക്കെ എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭാര്യ ആയതും അമ്മയായതും ഒന്നും എനിക്കറിയത്തില്ല. കണ്ണടച്ച് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നെഗറ്റീവും പോസിറ്റീവും എല്ലാം പോരട്ടെ. ഞാൻ നല്ല ഓപ്പൺ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചത്.
ഇനി എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു താഴെ കമന്റ് ചെയ്യും, ഞാൻ വായിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു ഉമ്മ. അയക്കട്ടാ. അയ്യോ അയ്യോ, പാല് വാങ്ങിക്കാൻ പോവാണോ? ടാറ്റാ. അമ്മിഞ്ഞ വേണോ? തരില്ല.